ഹായ് ഫ്രണ്ട്സ്, VN വീഡിയോ എഡിറ്റർ ട്യൂട്ടോറിയലിൻ്റെ 5th വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതേപോലെ ഒരു സ്മൂത്ത് ടെക്സ്റ്റ് ആനിമേഷൻ നമ്മുടെ വീഡിയോയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് VN ഓപ്പൺ ചെയ്യാം. ഇനി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്യാലറിയിലേക്ക് വന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ടൈം ലൈനിലേക്ക് വന്നു. ടാപ്പ് ടു ആഡ് സബ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം. SRT ഫയൽ നമ്മൾ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് തന്നെ ടെക്സ്റ്റ്, അതല്ലാതെ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. നമുക്കിവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് നിരവധി സ്റ്റൈലിൽ, നിരവധി ഫോണ്ടിൽ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഹെഡിങ്, സബ് ഹെഡിങ്, സബ് ടൈറ്റിൽ, ഡിഫോൾട്ട് ടൈറ്റിൽസ്, കവർ ടൈറ്റിൽസ്, ടൈറ്റിൽ, അങ്ങനെ ടൈമർ, അങ്ങനെ നിരവധി ഓപ്ഷനുണ്ട്. മാർക്ക്, ബബിള്, മെസ്സേജ്, ഫംഗി, നോട്ട്, ഇൻട്രൊഡക്ഷൻ, പ്രൊമോഷൻ, ചാപ്റ്റർ, മെനു, വീണ്ടും ടൈമർ, അങ്ങനെ നിരവധി ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്കിവിടുന്ന് ഒരു ഡിഫോൾട്ടായിട്ടുള്ളൊരു ടൈറ്റിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോയിലേക്ക് ടൈറ്റിൽ വന്നു. ഇവിടെ നമുക്ക് ഇൻപുട്ട് ടൈറ്റിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം. VN എഡിറ്റർ നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ഇനി ഇവിടെ താഴെ, ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഫോണ്ടിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് സൂം ചെയ്ത് ഇതേപോലെ സ്ക്രീനിൽ സെറ്റാക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് മൂവ് ചെയ്ത് സെൻറ്ററാക്കി കൊടുക്കാം. ഇനി ഇവിടെ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഫോണ്ടിൻ്റെ സൈസ് ഇതേപോലെ മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ കളർ ചേഞ്ച് ചെയ്യാം. ഇതേപോലെ നിരവധി കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കളറാണ് എനിക്കിഷ്ടമായത്. ഞാനപ്പോൾ അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോർത്ത് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ പൊസിഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. കൂടാതെ മാനുവലായിട്ട് സ്ക്രീനിൽ ടച്ച് ചെയ്ത് നമുക്ക് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ അലൈൻമെൻറ്റ് സെലക്ട് ചെയ്ത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ നമുക്കിവിടുന്ന് ലെറ്ററിൻ്റെ സ്പേസ് നമുക്കിങ്ങനെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ലൈൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിന് അങ്ങനെ ഒരു ആനിമേഷൻ കൊടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മോഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻ ആനിമേഷൻ, ഔട്ട് ആനിമേഷൻ, ലൂപ്പ് ആനിമേഷൻ, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് നമുക്കിവിടെ നിരവധി ടൈപ്പുള്ള ആനിമേഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഫേഡുണ്ട്, സ്കെയില്, സ്പിന്ന്, സ്ലൈഡിൽ തന്നെ 4 ഓപ്ഷനുണ്ട്. സ്ലൈഡ് ഡൗണ്, സ്ലൈഡ് റൈറ്റ്, സ്ലൈഡ് അപ്പ്, സ്ലൈഡ് ലെഫ്റ്റ്, ഇങ്ങനെ 4 ഓപ്ഷനുണ്ട്. നമുക്കിവിടെ സ്ലൈഡ് ഡൗൺ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടെ നമ്മുടെ ടെക്സ്റ്റ് സ്മൂത്തായിട്ട് താഴോട്ട് സ്ലൈഡായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഔട്ട് ആനിമേഷൻ കൊടുക്കാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോഷനിൽ ക്ലിക്ക് ചെയ്ത് ഔട്ട് ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടുന്ന് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് സ്ലൈഡ് ഡൗൺ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു സ്മൂത്ത് ടെക്സ്റ്റ് ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.